നല്ല ക്ലീൻ ആൻഡ് നീറ്റ് 2017 റെനാൾട്ട് കിഡിനെ പറ്റിയുള്ള വിവരങ്ങളാണ്. ആദ്യം തന്നെ എൻ്റെ ഓണറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നമ്പൂതിരിയുടെ വണ്ടിയാണ്. മൂപ്പര് ഫ്രണ്ടിനോട് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 7 സീറ്റർ വണ്ടിയിലേക്ക് മാറിയപ്പോൾ ഇതിൻ്റെ ലോണെല്ലാം ക്ലോസ് ചെയ്തിട്ട് കൊടുത്തതാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഡോറിൽ ചെറിയൊരു വര പിടിക്കുന്നുണ്ട് കേട്ടോ. വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാൻ കഴിയും. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് പോകാം. ടയറുകൾ 4 അത്യാവശ്യം ഒരു 80, ഫ്രണ്ടിലൊരു 90% ഉണ്ട്, ബാക്കിലൊരു 85% ടയറുണ്ട്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. ഫ്ലോർ മാറ്റ് ലേശം ഈ മഴക്കാലമായതുകൊണ്ട് ഞാൻ തന്നെ ചവിട്ടി അഴുക്ക് പിടിച്ചതാണ്. ഓൾ ഓവർ നോക്കുമ്പോൾ വണ്ടി നല്ല ഉഷാർ വണ്ടി തന്നെയാണ്. സ്പീഡോമീറ്ററിൽ നോക്കാം, കൺസോളിൽ നോക്കുമ്പോൾ സ്റ്റീരിയോ നോക്കാം. ആദ്യം തന്നെ ഇത് റെനാൾട്ടിൻ്റെ തന്നെ കമ്പനി സ്റ്റീരിയോ ആണ്. ചെറിയൊരു 4th കൊടുത്തപ്പോൾ തന്നെ നല്ല സൗണ്ട് വരുന്നുണ്ട്. നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ റെനാൾട്ടിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം. എ സിയും തിരക്കിയിട്ടില്ല, നല്ല കൂളിങ്ങുള്ള എ സിയാണ്. ഞാൻ എന്നാലൊന്ന് ജസ്റ്റ് കാണിക്കണമെന്നുള്ളൂ. ഞാൻ നേരത്തെ ഓടിച്ച് നോക്കിയപ്പോൾ തന്നെ നല്ല കൂളിംഗ് ഉണ്ട് വണ്ടിക്ക്, നല്ല കൂളിംഗ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്, സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഒരു ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റുകൾ അങ്ങനെയൊന്നുമില്ല. റീപെയിൻ്റ് അതിൻ്റെ ആ കോർണറിൽ ആ ഡോറിൻ്റെ സൈഡിൽ ചെറുതായിട്ട് കാണുന്നുണ്ട്, ജസ്റ്റ് ടച്ച് ചെയ്തായിട്ട്. പക്ഷെ അത് അറിയുന്നില്ല. നല്ലൊരു കളറാണ് വണ്ടി. 4 ഡോർ പവർ വിൻഡോസൊക്കെ വർക്കിംഗ് ആണ്. ഒന്ന് എടുത്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ലോൺ ഇനി വേണമെങ്കിൽ ലോൺ കിട്ടും. നിലവിലെ ലോൺ ക്ലോസ് ചെയ്തിട്ട് NOC വരാനേ ഉള്ളൂ. NOC ഇപ്പോൾ കയ്യിൽ കിട്ടാനായിട്ടുണ്ട്. അപ്പോൾ അടുത്ത പാർട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ NOC കൂടെ ക്ലോസ് ചെയ്തിട്ട് പുതിയ ലോൺ വേണമെങ്കിൽ പുതിയ ലോൺ എടുക്കാം, അല്ലെങ്കിൽ എല്ലാ റെഡിക്കേഷനെ പർച്ചേസ് ചെയ്തവർക്ക് അങ്ങനെയും ചെയ്യാം. എല്ലാ ഭാഗങ്ങളും നല്ല വർക്കിംഗ് ആണ്. റിമോട്ടിലാണ് ലോക്കുള്ളത്. അതിൻ്റെ ബാറ്ററിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടോ, ഒരു സംശയമുണ്ടോ കീക്ക്. കുഴപ്പമൊന്നുമില്ല. പവർ സ്റ്റിയറിംഗ് നല്ല ഉഷാറായിട്ട് തിരിയുന്നുണ്ട്. ഞാൻ 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു നോക്കി. മുന്നോട്ട് എടുക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു ചെറിയൊരു സാധനം തോന്നിയിട്ടുള്ള ക്ലച്ച് ലേശം ഒരു ടൈറ്റുള്ള പോലെ ഉണ്ട്. അപ്പോൾ ഒരു വണ്ടി കടന്നു വരുന്നുണ്ട്, അതങ്ങോട്ട് പോട്ടെ. അതിന് 91,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ അതിൻ്റേതായ ഒരു ടൈറ്റ് ഉണ്ടാവും. കേബിളൊന്ന് മാറ്റി കൊടുത്താൽ ഇനി അങ്ങനെ എന്തെങ്കിലും മാറ്റാനൊക്കെ ഉള്ള ചിലവുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ വണ്ടിയുടെ റേറ്റിൽ തന്നെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ മാറ്റിയിട്ട് തരാം. കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ പറഞ്ഞതാണ്. വണ്ടിക്ക് നിങ്ങൾ അത് നോക്കാൻ വരുന്നവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കിനെ കൂട്ടി വരിക, അല്ലെങ്കിൽ റെനാൾട്ടിൻ്റെ കമ്പനിയിൽ കാണിച്ചിട്ട് ഇതിന് എന്തെങ്കിലും മെക്കാനിക്കൽ ഫോൾട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം അതിന് എത്രയാണ് വരുന്നത് അത് നമ്മളെ ഈ ആസ്കിംഗ് പ്രൈസിൽ നിന്ന് കുറച്ചിട്ട് തന്നെ കൊടുക്കുള്ളൂ. ലോണ് കയറും. 2017 ആണ്. 2032 വരെ വണ്ടിക്ക് പേപ്പർ വാലിറ്റി ഉണ്ട്. ഇൻഷുറൻസ് ഉണ്ട്, പൊല്യൂഷനുണ്ട്. വേറെ കേസ് അങ്ങനെ കാര്യങ്ങൾ കംപ്ലൈൻറ്റുകളോ ഒന്നും നിലവിലില്ല, മുമ്പുണ്ടായിട്ടുമില്ല. വണ്ടി നല്ല പുള്ളിങ്ങൊക്കെ ഉണ്ട്. AC ഇടുമ്പോൾ സാധാരണ നല്ല മൈലേജുള്ള വണ്ടി 1000 cc ആണ്, 999 cc. അപ്പോൾ അതിൻ്റേതായൊരു ഓവർടേക്കിങ് അറിയാമല്ലോ. കിഡ്, ഇയോണ് ഇതിൻ്റെയൊക്കെ മൈലേജ് കൂടിയ വണ്ടികൾക്ക് ഓവർടേക്ക് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇതിൻ്റെ വോളിയം എന്തോ ഒരു കട്ടായി കളിക്കുന്നുണ്ട്. ഒന്നായി ഡ്രൈവ് ചെയ്തുകൊണ്ട് എടുത്തിട്ട് പിന്നെ വോളിയം കട്ട് ചെയ്ത് ജസ്റ്റ് രണ്ടാമത് സൗണ്ട് കയറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണില്ല, അസ്വസ്ഥത ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അതിനുശേഷം വേറെ സസ്പെൻഷൻ അടിയോ വേറെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല, കുഴപ്പമൊന്നുമില്ല. വണ്ടി ടെമ്പറേച്ചർ എല്ലാം പക്കാണ്. ഞാനൊരു 25 കിലോമീറ്റർ ഏകദേശം ഇത് മുമ്പ് ഓടിച്ചുകൊണ്ട് വെച്ച വണ്ടിയാണ്. ടോട്ടലി ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓടിച്ച് കാണിച്ചതേ ഉള്ളൂ. ഇത് HR യൂസ്ഡ് കാർ, കോഴിക്കോട് മലാപ്പറമ്പിലാണ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സാപ്പ് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് ഫോട്ടോസ് എന്തെങ്കിലും കാണണമെന്നുള്ളവർക്ക് അങ്ങനെ അയച്ചു തരാം. ഇതിൻ്റെ ഇഞ്ചിൻ സൗണ്ട് ഞാൻ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇഞ്ചിൻ സൗണ്ട് കൂടെ കേട്ട് കഴിഞ്ഞാൽ എപ്രോണോ അതിൻ്റെ ബോണറ്റ് ഇതൊക്കെ നമുക്ക് കാണാം. 2,45,000 രൂപ ആസ്കിംഗ് പ്രൈസ്. ഈ പറഞ്ഞ പോലെ നെഗോഷ്യബിളാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ഒരു മിസ്റ്റേക്കുകളായിട്ട് നിലവിൽ ഒന്നും കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിലേക്ക് കാണിച്ച് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം കൺഫേം ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇഞ്ചിൻ്റെ സൗണ്ട് കേൾക്കാം.